മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. നേപ്പാളിൽ ഇടക്കാല സർക്കാരിന് ധാരണ. സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കാർക്കി ഇടക്കാല സർക്കാരിനെ നയിച്ചേക്കും. അതേസമയം നേപ്പാൾ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട 5 തടവുകാർ ഉത്തർപ്രദേശിലെ ഇന്ത്യ നേപ്പാൾ അതിർത്തി മേഖലയായ സിദ്ധാർത്ഥ് നഗർ വഴി ഭാരതത്തിലേക്ക് കടക്കാൻ ശ്രമിച്ചെങ്കിലും അതിർത്തി സേന പിടികൂടി. നിലവിൽ ഭരണനിർവഹണം നടത്തുന്നത് സൈന്യമാണ്. സൈന്യത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും ജൻസി പ്രക്ഷോഭകരും നടത്തിയ ചർച്ചയിൽ താൽക്കാലിക സർക്കാർ വേണമെന്ന ആവശ്യമുയർന്നു. നേപ്പാൾ സുപ്രീം കോടതിയുടെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് സുശീല കാർക്കി ഇടക്കാല സർക്കാരിനെ നയിക്കണമെന്ന ആവശ്യമാണ് യുവതലമുറ മുന്നോട്ട് വെക്കുന്നത്. This is just the interim government. This is not the permanent government. This is the temporary government. So we need to cooperate on this. So we have a threat in our country. We have to accept that our sovereignty is in threat. Our independency is in threat. So we have to accept that. So for the sake of independency, for the sake of sovereignty, we have to protect our country. That is the reason. To protect the democracy, we have given the name of her. രാജ്യത്തെ ക്രമസമാധാനം നിലനിർത്താൻ നിയമ സംവിധാനങ്ങളെപ്പറ്റി ധാരണയുള്ള വ്യക്തി സർക്കാരിനെ നയിക്കണമെന്നും അതിന് ഉത്തമയായ ആൾ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കാർക്കി തന്നെയാണെന്ന് സൈന്യവുമായി നടത്തിയ യോഗത്തിന് ശേഷം പ്രതിഷേധക്കാർ അഭിപ്രായപ്പെട്ടു. My general concern, current immediate concern is the law and order of the country. And in order to maintain the law and order of the country demands the person who knows about the law and order. And current Chief Justice Sushila Karki is the right option. I think that. But Gen Zs are also demanding the Balen and the Harka Sampang. But they should, I think, in my point of view, they should prepare for the next general election. For that, they should not focus on maintaining the law and order, but they should prepare for anything big. കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ആയിരക്കണക്കിന് തടവുകാരാണ് നേപ്പാളിലെ ജയിലിൽ നിന്നും പുറത്തെത്തിയത്. ഇതിൽ 5 പേർ ഉത്തർപ്രദേശിലെ സിദ്ധാർത്ഥ് നഗർ അതിർത്തി വഴി ഭാരതത്തിലേക്ക് കടക്കാൻ ശ്രമിച്ചെങ്കിലും സശസ്ത്ര സീമാബൽ ഇവരെ പിടികൂടി. അതിർത്തി വഴി കൂടുതൽ പേർ ഭാരതത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സുരക്ഷ കർശനമാക്കിയിരിക്കുന്നു. അതേസമയം കാഠ്മണ്ഡുവിലെ വിമാനത്താവളം തുറന്നതോടെ നേപ്പാളിൽ കുടുങ്ങിയ ഭാരതീയരെ രാജ്യത്ത് തിരിച്ചെത്തിക്കാൻ നടപടികൾ കേന്ദ്ര സർക്കാർ ഊർജിതമാക്കി. ജനം, ഡൽഹി.